ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. പിന്നെ ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞു. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 24 ഖുറൈശി നേതാക്കളുടെ ശവശരീരം പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് 3-ാം ദിവസം കിണറ്റിൻ്റെ വക്കത്തിൽ നിന്ന് ഓരോരോ ശവശരീരങ്ങളിലേക്ക് നോക്കിയിട്ട് ഇന്നവൻ്റെ മകൻ ഇന്നവനെ, ഇന്നവൻ്റെ മകൻ ഇന്നവനെ എന്ന് പേരെടുത്ത് വിളിച്ച് ചീഞ്ഞു തുടങ്ങിയ മൃതദേഹങ്ങളോട് ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നണേ എന്ന് പറഞ്ഞ് അഴുകി തുടങ്ങിയ ശവശരീരങ്ങളെ പോലും പരിഹസിച്ച ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നുണയാണ്, ഇല്ലാത്ത കാര്യം ഞങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞതാണ് എന്ന് അബ്ദുൽ നാസർ മീരാനോ മറ്റേതെങ്കിലും ദാവാക്കാരനോ വല്ല ജിഹാദിക്കോ വാദമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെളിവ് ഞങ്ങൾ തരാം. ആ തെളിവ് നുണയാണെന്ന് നിങ്ങൾ സ്ഥാപിച്ചുകൊള്ളുക, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അബൂ തൽഹ പറയുന്നു, ബദർ യുദ്ധ ദിവസം 24 ഖുറൈശി നേതാക്കളുടെ ശവങ്ങൾ അവിടെ ഉണ്ടായിരുന്നൊരു പൊട്ടക്കിണറ്റിലിടുവാൻ തിരുമേനി കൽപ്പിച്ചു. ഒരു ജനതയെ യുദ്ധത്തിൽ കീഴടക്കി കഴിഞ്ഞാൽ യുദ്ധക്കളത്തിൽ 3 ദിവസം താമസിക്കുക തിരുമേനിയുടെ പതിവായിരുന്നു. അതനുസരിച്ച് ബദറിൽ താമസിച്ച 3-ാം ദിവസം യാത്രയ്ക്ക് വേണ്ടി ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിൽ വെച്ച് കെട്ടാൻ തിരുമേനി ഉപദേശിച്ചു. അത് കെട്ടി. അനന്തരം തിരുമേനി നടക്കാൻ തുടങ്ങി. അനുചരന്മാർ അനുഗമിച്ചു. തിരുമേനി വാഹനത്തിലേറാതെ നടക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് മലമൂത്ര വിസർജനം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുമെന്ന് അനുചരന്മാർക്ക് തോന്നി. ഖുറൈശി നേതാക്കളെ അടക്കം ചെയ്തിരുന്ന കിണറ്റിൻകരയിലെത്തിയപ്പോൾ ആ നേതാക്കളെയും അവരുടെ പിതാക്കളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇന്നവൻ്റെ മകൻ ഇന്നവനെ, ഇന്നവൻ്റെ മകൻ ഇന്നവനെ, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ നന്നായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് സത്യമായി തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു. അതേപ്രകാരം നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നൽകിയ താക്കീതും സത്യമായി അനുഭവപ്പെട്ട് കഴിഞ്ഞോ? ഉമർ ചോദിച്ചു, ദൈവദൂതരെ, നിർജീവ ശരീരങ്ങളോട് അവിടുന്ന് സംസാരിച്ചിട്ട് എന്ത് ഫലം? തിരുമേനി അരുളി, മുഹമ്മദിൻ്റെ ആത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കൊണ്ട് സത്യം, എൻ്റെ സംസാരം കേൾക്കാൻ അവർക്കുള്ള കഴിവ് നിങ്ങൾക്ക് പോലുമില്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1559. ഇനി ഇത് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 77. സുന്ന.com പോയാൽ 2874 ഹദീസാണ്. അനസ് ഇബ്നു മാലിക് നിവേദനം, നബി ബദറിൽ കൊല്ലപ്പെട്ടവരെ 3 ദിവസം ഉപേക്ഷിച്ചു. പിന്നീട് അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അബൂ ജഹൽ ബിൻ ഹിഷാം, അല്ലയോ ഉമയ്യത്ത് ബിൻ ഖലഫ്, അല്ലയോ ഉദ്ബത്ത് ബിൻ റബിഅ, അല്ലയോ ഷൈബത്ത് ബിൻ റബിഅ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ സത്യമായി കണ്ടില്ലേ? എനിക്ക് എൻ്റെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞാൻ സത്യമായി കണ്ടു. അപ്പോൾ ഉമർ പ്രവാചകന്റെ വാക്ക് കേട്ടു. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എങ്ങനെയാണ് അവർ ഉത്തരം നൽകുക? അവർ ശവങ്ങളായി തീർന്നിട്ടുണ്ടല്ലോ. നബി പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ ഞാൻ പറയുന്നത് അവരെക്കാൾ കേൾക്കുന്നവരല്ല, പക്ഷെ അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. പിന്നീട് അവരെ വലിച്ച് ബദറിലെ പൊട്ടക്കിണറ്റിലിടുവാൻ കൽപ്പിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 77. അപ്പം ഇത് മൃതശരീരങ്ങളെപ്പോലും അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു സാഡിസ്റ്റ് ചിന്താഗതിക്കാരനായിട്ടാണ് നമുക്ക് മുഹമ്മദിനെ കാണാനായിട്ട് സാധിക്കുന്നത്. മൃതദേഹങ്ങളെപ്പോലും അവഹേളിക്കാനും അപമാനിക്കാനും ഒരു മടിയില്ലാത്ത മനുഷ്യൻ. ചീഞ്ഞു തുടങ്ങിയ മൃതദേഹങ്ങളെ കളിയാക്കിയിട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആലോചിച്ച് നോക്കുക. ഈ മാതൃക, ഈ മൃതദേഹങ്ങളെ അപമാനിക്കുക എന്ന് പറയുന്ന മാതൃക ഉണ്ടല്ലോ, അത് ഖുർആൻ്റെ അകത്തുണ്ട്. നിങ്ങൾ അവരെ പിരടികളിൽ വെട്ടുക, എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ കൈവിരലുകളൊക്കെ വെട്ടിയെടുത്തോ എന്ന് പറയുന്നുണ്ട് ഖുർആൻ്റെ ആയത്ത്. അതായത് പിരടി വെട്ടിയപ്പോൾ തന്നെ ആൾ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോഡി, കൈവിരലുകളൊക്കെ വെട്ടിക്കളയാൻ പറയുമ്പോൾ അപമാനിക്കുകയാണ് മൃതദേഹത്തെ. അത് മുസ്ലിങ്ങളുടെ സഹജ സ്വഭാവമായിട്ട് ഇപ്പോഴും ഉണ്ട്, ഈ മൃതദേഹങ്ങളെ അപമാനിക്കൽ. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുകയാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഭടന്മാരെ പാകിസ്ഥാനികളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ, പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളല്ല, തീവ്രവാദികളല്ല, പാകിസ്ഥാൻ സൈന്യം, അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ആർമി, അവർ പോലും ഈ നമ്മുടെ ആളുകളെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭടന്മാരുടെ ഈ മൃതശരീരങ്ങളെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്ന, ഒരു അംഗച്ഛേദം വരുത്തുന്നു, വികൃതമാക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ ചില തെളിവുകൾ തരാം. ഇത് 2017 മ്യൂട്ടിലേറ്റ് 2 ജവാൻസ്, നമ്മുടെ 2 ജവാന്മാരെ 2017 ഇവരിത് ചെയ്തു. പിന്നെ 2020 ഇത് കണ്ടില്ലേ, 2020 2020 സം ബോഡീസ് ഓഫ് ഇന്ത്യൻ സോൾജിയേഴ്സ് മ്യൂട്ടിലേറ്റഡ്, ടെൻഷൻ സിമ്മേഴ്സ് അമംഗ് ആർമി യൂണിറ്റ്സ് ഇൻ ലഡാക്ക്. അത് കുറച്ച് സംഘർഷമൊക്കെ അവിടെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കുറഞ്ഞു തോന്നുന്നു. മുമ്പൊക്കെ ഇത് ഭയങ്കരമായിട്ടില്ല, ഇപ്പോൾ കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. 2020 കഴിഞ്ഞ കൊല്ലം കൂടി ഇത് ഉണ്ടായി. അതെ, അപ്പോൾ ഇത് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇവർ മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ
ബംഗ്ലാദേശികളും ഇത് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈനികരോട്. അവിടുത്തെ നമ്മുടെ BSFൻ്റെ ആളുകളെ, BSFിൽ അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ, അവരവിടെ റോന്തി തെറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി അവരുടെ ഈ ബംഗ്ലാദേശി റൈഫിൾസ് അവർ പിടിക്കുകയാണ്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആളുകളെ കൊല്ലുകയും ഭടന്മാരെ കൊല്ലുകയും എന്നിട്ട് അവരുടെ ശവശരീരം അത് വികൃതമാക്കിയിട്ട്, ആ ഫോട്ടോ ഒക്കെ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ 2001 ആ സംഭവം ചെയ്യുന്നത്. അന്നത്തെ ഫോട്ടോ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പണ്ട് കാലത്ത് കാട്ടിൽ രാജാക്കന്മാരൊക്കെ വേട്ടയ്ക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ആ ആടപ്പെട്ട മൃഗം ഉണ്ടല്ലോ, കൊല്ലപ്പെട്ട മൃഗത്തിനെ കൊണ്ടുവരുന്നത്, അതിൻ്റെ കൈകാലുകളും കൂട്ടിക്കെട്ടിയിട്ട് ഒരു വടി കടത്തും, വലിയ നീളമുള്ള വടി. എന്നിട്ട് ആ വടി 2 ആളുകൾ തോളിൽ വയ്ക്കും. തോളിൽ വെച്ചിട്ട് അപ്പോൾ ഈ മൃഗം കൈയും കാലും കൂട്ടിക്കെട്ടപ്പെട്ട അവസ്ഥയിൽ ചത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ കൈയും കാലും കൂട്ടിയിട്ട് അതങ്ങനെ കൊടുക്കുന്നത്. അതേ വിധത്തിലാണ് നമ്മുടെ BSF ജവാന്മാരെ ഇവർ കൊണ്ടുവരുന്ന ആ ഫോട്ടോ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് ഗൂഗിളിൽ ഞാൻ തിരഞ്ഞപ്പോൾ കണ്ടു. പിന്നെ എനിക്ക് ആ ഫോട്ടോ നിങ്ങളുടെ മുമ്പാകെ ഡിസ്പ്ലേ ചെയ്യാനൊരു മടി തോന്നി. നമ്മുടെ ജവാന്മാരെ ഇങ്ങനെ അവമാനിക്കുന്നൊരു കാര്യം ഞങ്ങളുടെ ചാനലിലൂടെ അത് നമ്മളായിട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടത് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കാത്തതാണ്. പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോഴും ആ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താലിബാനികൾ ഇത് ചെയ്യുന്നുണ്ട്. കൊന്നു കഴിഞ്ഞിട്ട് മൃതദേഹത്തെ അവമാനിക്കുന്ന അവരുടെ ഒരു ശൈലിയാണ്. ഇത് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ബോക്കോ ഹറാം ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. മൃതദേഹങ്ങളെ അവമാനിക്കുക എന്ന് പറയുന്നത് ഒരു കലാപരിപാടിയായിട്ട് ഇവർ കൊണ്ടു നടക്കുകയാണ്. അതിൽ ഇവർ പലരും എക്സ്പെർട്ടുകളുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മറ്റുള്ള ആരും ചെയ്യാത്ത വിധത്തിൽ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാര്യം. മുഹമ്മദ് ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മാതൃകയായിട്ട്. കൊല്ലപ്പെട്ട് കഴിഞ്ഞ ആളുകളെ ഇതുപോലെ അപമാനിക്കുന്നത്, ആ മൃതശരീരങ്ങളെ അപമാനിക്കുന്നത്. അതുപോലെ ഖുർആൻ്റെ അകത്ത് കൽപ്പനയുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം, അഴുകിത്തുടങ്ങിയ മൃതദേഹങ്ങളെ പോലും അവഹേളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉത്തമ മാതൃക കാണിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് ചെയ്തതെന്നുള്ള ഞങ്ങളുടെ ഈ വാദം നുണയാണെന്ന് അബ്ദുൽ നാസർ മീരാനും കൂട്ടർക്കും വല്ല വാദവും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് തെളിയിക്കാവുന്നതാണ്. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.